അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ ഓരോരുത്തരും ഓരോ കാരണത്താൽ വിഷമിക്കുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, അല്ലേ? അസുഖങ്ങൾ പല ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും എത്രയോ ആൾക്കാർക്കാണ് മാരകമായിട്ടുള്ള പല പല അസുഖങ്ങളും വന്നു പോകുന്നത്, ഇല്ലേ? മരണമടിയുന്നത് എത്രയോ വേഗമാണ്. അസുഖം വരുന്നു, പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതി ദുആ ചെയ്യുകയാണ് എങ്കിൽ ഇനി എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിക്കോട്ടെ, ഭർത്താവിനെ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിക്കോട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും, വീടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരായിക്കോട്ടെ, വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണ്, വാങ്ങിച്ചിട്ടുള്ള പണം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, എന്നുമായിക്കോട്ടെ, അത് ശരിയാകാൻ വേണ്ടിയിട്ട്, ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, ചെയ്യുന്ന ജോലിയിൽ തന്നെ ഹൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ശമ്പളം കൂടി കിട്ടാൻ വേണ്ടിയിട്ട്, ഇനി എന്തുമായിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് 21 ദിവസം തുടർച്ചയായി നിങ്ങൾ ഇത് ഓതുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിക്കളയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിയത്ത് വെക്കുക, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചെല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. ഇശാമ അരിബിന്റെ ഇടയിൽ സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം ചൊല്ലുക. നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അത് നടത്തി തരുന്നതാണ്. ഓതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇശാമ അരിബിന്റെ ഇടയിൽ സൂറത്തുൽ ഫത്ഹ് ഒരു പ്രാവശ്യം ഓതുക. എന്നിട്ട് 489 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.